ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടെ മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, വളരെ വേഗത്തിൽ പോകുന്ന ഒരു ത്രില്ലർ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കുറച്ചു നേരം സ്വന്തം കഷ്ടപ്പാടൊക്കെ മറന്ന് അന്യന്റെ കഷ്ടപ്പാട് കണ്ട് ടെൻഷൻ അടിക്കുക. പാവം എന്ത് പറ്റിയാണാവോ? ബദിരയും മൂകയുമായ ഒരു അമ്മയും മോളും അവർക്ക് എന്തു പറ്റിയാണാവോ? അല്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം. ഭാഗ്യം, നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് അത്രയില്ല, അവരെ ദൈവം നോക്കിക്കോളും, നമുക്ക് ഇവിടുന്ന് പോകാം, അതാ നല്ലത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 റിലീസ് ചെയ്ത മിഡ് നൈറ്റ് എന്ന സൗത്ത് കൊറിയൻ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. ഇതില് ഒരു പാവപ്പെട്ട, സംസാരിക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടി ഒരു സീരിയൽ കില്ലറുടെ കയ്യിൽ പിടിക്കപ്പെട്ട പെണ്ണിനെ കാണുന്നു. അതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും ഈ കില്ലറെ പിടിപ്പെടാണ്. രാത്രി വേളയിൽ മിഡ് നൈറ്റ്, കുരുകുരായിരുട്ട്. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ലേഡി തന്റെ ജോലിയും കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ഓഫീസിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഭർത്താവിനോട് ഫോണിൽ വഴക്കടിച്ചിട്ടാണ് അവള് പുറത്തേക്ക് വരുന്നത്. അപ്പണ്ട് ഇവള് ബുക്ക് ചെയ്ത ക്യാബിലേക്ക് വേറെ ഏതൊക്കെയോ പയ്യന്മാര് ചാടിക്കേറി നടുവിരലും കാണിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി കളയും. ഈ പെണ്ണ് ഒറ്റയ്ക്കായി. അവിടെ അടുത്തെങ്ങും ക്യാബോ ഓട്ടോറിക്ഷയോ ഒന്നും തന്നെ ഇല്ല. കുറച്ചുകൂടെ ടൗണിലേക്ക് പോകണം. സോ ഇവള് നടക്കാൻ തുടങ്ങും. ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വാൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അതിൽ സുന്ദരനായ ചെറുപ്പക്കാരൻ, മാഡം, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ജംഗ്ഷന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വിടാം, ഇനി വണ്ടിയൊന്നും കിട്ടില്ല, എന്റെ കൂടെ വരൂ എന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറയും, ആരാന്ന് പോലും അറിയാത്ത നിന്റെ വണ്ടിയിൽ എങ്ങനെ ഞാൻ കയറുക? നീ ആരാടാ? എനിക്ക് നടന്നു പോകാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അവള് മാറിപ്പോവാണ്. ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് അവൾ അകന്ന് ആ വാൻ നിന്നിരുന്ന ഭാഗത്ത് നിന്ന് അകന്ന് പോകുമ്പോഴാണ് വാനിനകത്ത് നിന്നാരോ കരയുന്ന ശബ്ദം. ഒരു ഒരാണ് കരയുന്ന ശബ്ദം. അതിന്റെ ഡോറും തുറന്നടപ്പുണ്ട്. സഹായിക്കൂ സഹായിക്കൂ എന്നാരോ പറയുന്നു. എന്തു പറ്റിയെന്നറിയില്ല. സംശയത്തോടെ, ഭയത്തോടെ ഇവൾ ആ വാനിനടുത്തേക്ക് വന്ന് ഡോറിനകത്തോടെ നോക്കുമ്പോൾ തലയ്ക്കടികിട്ടി ബോധരഹിതനായ ഒരാള് ആ വാനിനകത്ത് കിടപ്പുണ്ട്. ഈ സഹായിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞതാവട്ടെ നേരത്തെ വണ്ടി ഓടിച്ചു വന്ന പയ്യനാണ്. അവൻ പെട്ടെന്ന് തന്നെ ഈ പെണ്ണിനെയും വണ്ടിക്കകത്തേക്ക് വലിച്ചിടും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത അടുത്ത സീനിൽ ഈ പയ്യൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു പോലീസ് കാർ വരുന്നു. അവൻ കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. അവനാണ് എമർജൻസി പോലീസിനെ വിളിച്ചു വരുത്തിയത്. എന്താ പറ്റിയതെന്ന് ചോദിക്കും പോലീസുകാർ. സാർ അവിടെ എന്നെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല സാർ, അവിടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തോ കണ്ട് പേടിച്ച് ഷോക്കായ അവസ്ഥയിൽ നിൽക്കുക. പോലീസുകാർ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്, പേടിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ പോലീസുകാർ പോയി നോക്കുമ്പോൾ ഒരു പെണ്ണിനെ കുത്തിക്കൊന്ന അവളുടെ ശവശരീരം. നമ്മൾ നേരത്തെ കണ്ട അതേ പെൺകുട്ടി, അതേപോലെ തലയ്ക്കടിയേറ്റ് മരണപ്പെട്ട ഒരാണിന്റെ ബോഡിയുണ്ട് അവിടെ തന്നെ. എന്താ പറ്റിയെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ ഈ പയ്യൻ പറയും, 2-3 ഫോറിൻ വർക്കേഴ്സ്, അന്യദേശ തൊഴിലാളികൾ ഈ പെൺകുട്ടിയെ ചറപറ കുത്തിക്കൊല്ലുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അവർ ഓടിക്കളഞ്ഞു. ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഞാൻ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് നിങ്ങളെ വിളിച്ചത്. പോലീസുകാരുടനെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടി അവരെ പരതി നടക്കും. ഈ നേരം സിഗരറ്റും വലിച്ച് നമ്മുടെ കില്ലർ സ്റ്റൈലായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു കസ്റ്റമർ കെയർ സർവീസ് സെന്റർ. അവിടെ സൈൻ ലാംഗ്വേജിൽ ആൾക്കാർക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. അതാണ് നമ്മുടെ നായിക. അവൾക്കും ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. പക്ഷെ അതേപോലുള്ള കസ്റ്റമേഴ്സ് പലരും സാധനങ്ങൾ നേരെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ സൈൻ ലാംഗ്വേജിൽ തന്നെ ഇവളെ തെറിയും വിളിക്കുന്നുണ്ട്. തെറി വിളിച്ചാൽ എന്താ ചെയ്യുക? നമ്മളെപ്പോലെ തന്നെ കുഞ്ഞുപെണ്ണെ തിരിച്ച് അവളെ തെറി വിളിച്ച് വെട്ടിക്കൊല്ലുന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തളി. ഈ സമയത്ത് മറ്റൊരു വീട് കാണിക്കുന്നു. അവിടെ ഒരു ചേട്ടനും അനിയനും. ചേട്ടൻ പോലീസുകാരനാണ്. അനിയത്തിക്കുട്ടി ചെറിയ പെണ്ണ് പുതിയൊരു പയ്യനെ കാണാൻ വേണ്ടി ഇന്ന് ബ്ലൈൻഡ് ഡേറ്റിന് പോവാൻ അവൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇറക്കം കുറഞ്ഞ ഉടുപ്പ് ധരിക്കാൻ പാടില്ല, അങ്ങനെ ധരിച്ചു പോയാൽ നിനക്ക് അപകടം പറ്റും. ചേട്ടൻ പറയുന്ന കേൾക്ക്, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ അനിയത്തിയെ കൊണ്ട് കുറച്ചുകൂടി ഇറക്കമുള്ള വസ്ത്രം ധരിപ്പിക്കുന്നു. അപ്പൊ അവള് പറയും, നിനക്ക് എന്റെ അത്ര പോലും നാണമില്ലല്ലോ, ഈ വർത്താനം പറഞ്ഞ നീ എന്താടാ ധരിച്ചിരിക്കുന്നു? അപ്പൊ ചേട്ടൻ എന്തേലും കാണിക്ക്, പക്ഷെ കറക്റ്റ് 9 മണിക്ക് നീ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കണം, അല്ലെങ്കിൽ ചേട്ടന്റെ സ്വഭാവം മാറും. അനിയത്തി പറ്റില്ല എന്ന് പറയുമ്പോൾ മരിച്ചുപോയ അച്ഛന്റെ അമ്മയുടെയും ഫോട്ടോയും നോക്കി ചേട്ടൻ വിഷമം പറയാണ്, ഈ കൊച്ചിന് ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്പൊ അവള് സമ്മതിക്കും. 9 മണിക്കുള്ളിൽ തന്നെ തിരിച്ചെത്താന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ നായിക കുട്ടിയുടെ ഓഫീസ്. ആ ഓഫീസിലെ മാനേജർ വന്നിട്ട് പറയും, ഇന്ന് ക്ലയൻസുമായിട്ട് ഇവർക്ക് മീറ്റിംഗ് ഉണ്ട്, ആരെങ്കിലും ആ മീറ്റിങ്ങിന് ചെല്ലണം, എക്സിക്യൂട്ടീവ്സിൽ ആരെങ്കിലും ചെല്ലണം. പക്ഷെ ക്ലയന്റുകളാണെങ്കിൽ ഇവരെയൊക്കെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുക. ഒരു കോമാളിയെ പോലെ അവരെ മുന്നിൽ ചെന്ന് ഇരുന്നു കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആരും തയ്യാറല്ല എന്ന് പറയും എക്സിക്യൂട്ടീവുകൾ. എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് കൈപൊക്കി നമ്മുടെ കുഞ്ഞ് പോകാൻ തയ്യാറാവുകയാണ്. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അവൾ ചെല്ലുന്നു ഈ ക്ലയൻസുമായിട്ടുള്ള മീറ്റിങ്ങിന്. അവളും ഉണ്ട്, അവളുടെ മാനേജറും ഉണ്ട്, പിന്നെ ഈ ക്ലയൻസ് എന്ന് പറയുന്ന മരടന്മാരും ഉണ്ട്. അവരെല്ലാം ഈ പെൺകുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പല രീതിയിലും കളിയാക്കിക്കൊണ്ടിരിക്കാവും. എന്നാൽ ഇവൾക്ക് ലിപ് റീഡിംഗ് അറിയാം. അവർ പറയുന്ന
പറയുന്നതെല്ലാം കേട്ടിട്ട് ഇവള് സൈൻ ലാംഗ്വേജിൽ നിന്റെ മൂക്കിടിച്ച് പരത്തും, നിന്റെ വായിലെ നാക്ക് പിഴുതെടുത്ത് കളയും, നിന്നെ ഉണ്ടാക്കി മടക്കി ചട്ടനിയാക്കി പ്ലേറ്റിൽ വെച്ച് നൂഡിൽസും തൊട്ട് തിന്നും ഞാൻ എന്നൊക്കെ സൈൻ ലാംഗ്വേജിൽ കാണിച്ചു കൊടുക്കും. പറയുന്നത് മൊത്തം തെറിയാണെന്ന് മാനേജർക്ക് അറിയാം. പക്ഷെ അവര് പറയും നിങ്ങളോട് അവള് സ്നേഹം പ്രകടിപ്പിച്ചാണെന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ നായികക്കുട്ടിയുടെ അമ്മ. ഈ അമ്മയ്ക്കും സംസാരിക്കാനോ ചെവി കേൾക്കാനോ കഴിയില്ല. അമ്മ ഒരു തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് ശമ്പള ദിവസമാണ്. ശമ്പളം വാങ്ങിയിട്ട് അവർ പറയും അവരും മോളും കൂടി ഒരു പിക്നിക്ക് പോവാണ് ഐലൻഡിലേക്ക്. അതിനുവേണ്ടിയാണ് കുറച്ച് പണമൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് തന്നെ പുറപ്പെടാൻ പോവുകയാണെന്ന് സന്തോഷത്തോടെ അവര് കൂട്ടുകാരികളോട് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ സമയം ഇരുട്ടായി. അനിയത്തിക്കുട്ടി ആരുടെ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക, എന്തായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുക? ഈ ടെൻഷനിലായിരിക്കും പോലീസ് ചേട്ടൻ. അപ്പൊ കൂട്ടുകാരൻ പറയും എന്താ കാണിക്കാന്ന് നിനക്കറിയാൻ പാടില്ലേ, നീയോ ഞാനോ ഡേറ്റിന് പോവാത്താണ്. അവന്റെ മൂക്കിനൊരു ഇടി കൊടുക്കുന്നുണ്ട് ചേട്ടൻ പോലീസ്. ഈ സമയം നമ്മുടെ നായിക മോള് അവളൊരു കൊച്ചു കാറും എടുത്തോണ്ട് വന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് തന്റെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അമ്മയും അതേപോലെ ജോലി കഴിഞ്ഞ് മോളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ ഈ അമ്മ അടുത്തേക്ക് വരാൻ നേരം കാറിലൊരു സൗണ്ട് സിഗ്നൽ കാണിക്കുന്നുണ്ടാവും. ഇവർക്ക് ചെവി കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സൗണ്ട് സിഗ്നൽ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുക. സോ ഇവരെ കാറിനടുത്തേക്ക് വേഗത്തിൽ മറ്റൊരു വാഹനം വരുന്നുണ്ട്. മോൾ അമ്മയെ വരലേ എന്ന് പറഞ്ഞ് അമ്മയെ പുറകിലേക്ക് മാറാൻ പറയും. ജസ്റ്റ് മിസ്സിനാണൊരു ബൈക്ക് ഇവരെ പാസ് ചെയ്ത് പോവുക. രണ്ടുപേർക്കും ശബ്ദം കേൾക്കില്ലല്ലോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ശ്രദ്ധിച്ചു വരണ്ടേന്ന് പറഞ്ഞ് മോൾ അമ്മയെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊക്കെ അറിയാം, പെട്ടെന്ന് വണ്ടി എടുക്ക്, എൻ്റെ കയ്യിൽ കുറേ കാശ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ട്രിപ്പിന് പോകണ്ടേ. അങ്ങനെ അവർ കാർ എടുക്കുന്നു. ഈ നേരം നമ്മുടെ പോലീസ് ചേട്ടൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന പോലീസ് ചേട്ടൻ 9 മണി കഴിഞ്ഞിട്ടും അനിയത്തിക്കുട്ടി വീട്ടിലെത്തിയിട്ടില്ല. അതിന്റെ ദേഷ്യത്തിലാണ്. ഈ സമയത്ത് അമ്മയും മോളും കൂടി വീട്ടിൽ പോകുന്നതിന് മുന്നേ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കാർ സ്റ്റോപ്പ് ചെയ്യും. അമ്മ കടയിലേക്ക് പോകുന്ന സമയത്ത് വണ്ടി റോട്ടിൽ പാർക്ക് ചെയ്യാതെ ഒരു ബിൽഡിങ്ങിനടിയിലേക്ക് കാർ കൊണ്ടുപോവാണ് ഹീറോയിൻ, അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് കില്ലറുടെ വണ്ടി ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. അവൻ കയ്യിലൊരു ആയുധം എടുത്തിട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങുന്നു. ഈ അമ്മച്ചി തനിയെ പോകുന്ന കണ്ട് അമ്മച്ചി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. അമ്മച്ചിയുടെ പുറകെ ചെന്ന് ഒരു കോർണർ എത്തുമ്പോഴാണ് നമ്മുടെ പോലീസുകാരന്റെ അനിയത്തി ആ ഡേറ്റിംഗും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാണുക. സോ ഈ കില്ലർ വയസ്സായ ആ അമ്മൂമ്മനെ വിട്ടേക്കാം, ഈ ചെറിയ പെണ്ണിനെ പിടിക്കാന്ന് പറഞ്ഞ് അവളുടെ പുറകെ കൂടും. തെരുവിൽ ആരും ഇല്ലാത്ത സമയം നോക്കി പുറകെ ഓടിച്ചെന്നവൻ അറ്റാക്ക് ചെയ്യാണ്. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയില്ല. ഈ സമയത്ത് പോലീസുകാരൻ ചേട്ടൻ വീണ്ടും അനിയത്തിക്ക് വിളിക്കുന്നുണ്ട്. കോൾ കണക്റ്റ് ആവുന്നില്ല. അവൾ അവസാനം ഞാൻ വീടിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പെട്ടെന്ന് കോള് കട്ടായി പോയത്. സോ ചേട്ടൻ നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ അമ്മച്ചി ഒറ്റയ്ക്ക് മോൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തെരുവില്. അപ്പോഴാണ് ഓടി വന്ന പോലീസുകാരൻ അമ്മച്ചിയുടെ ഫോണ് തട്ടി താഴെ ഇടുന്നു. താഴെ വീണ ഫോൺ എടുത്തു കൊടുത്തിട്ട് അവർ ചോദിക്കും നിങ്ങൾ ഈ ഭാഗത്ത് ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടോന്ന്. അപ്പൊ അമ്മച്ചി പറയും ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന്. പോലീസുകാരൻ സോറിയും പറഞ്ഞ് അനിയത്തിക്കുട്ടി അന്വേഷിച്ചിറങ്ങാണ്. ചുറ്റിലും നോക്കി നടക്കുകയാണ്. ഈ സമയത്ത് കില്ലർ തന്റെ വാനിന്റെ പുറകിൽ ഒളിച്ചു നിൽപ്പുണ്ട്. അവൻ ഇപ്പൊ പിടിച്ച പെൺകുട്ടി മാത്രം പോരാഞ്ഞിട്ട് അമ്മച്ചീനെ കൂടി തട്ടാൻ വേണ്ടി വീണ്ടും ആയുധങ്ങൾ തപ്പിയെടുക്കുകയായിരിക്കും. അപ്പോഴാണ് മോൾ അമ്മച്ചിയുടെ അടുത്തേക്ക് വരുന്നത്. അവളിങ്ങനെ നടന്നു വരുന്ന വഴിയെ ഒരു ഇരുട്ട് മൂലയ്ക്കെന്ന് വെളുത്തൊരു ഷൂസ് പുറത്തേക്ക് തെറിച്ചു വീഴും. ഇരുട്ടിന്ന് ആരോ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ശബ്ദം. കില്ലർ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളൊരു പക്ഷെ ശ്രദ്ധിക്കാതെ പോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. എന്തായാലും ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ടതുകൊണ്ട് ഇവൾ ആ ഇടവഴി കൂടെ അകത്തേക്ക് ചെല്ലും. പെട്ടെന്ന് ഇരുട്ടിന്നൊരു പെണ്ണ് ഇവളുടെ കയ്യിലേക്ക് കയറിപ്പിടിച്ച് എന്നെ രക്ഷിക്കണേ, എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, എന്റെ വയറ്റിലേക്ക് കുത്തുകിട്ടി, ഞാനിപ്പോ മരിക്കും, എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. സംസാരിക്കാൻ പറ്റില്ലല്ലോ. പേടിക്കണ്ട എന്ന് കൈകൊണ്ടൊക്കെ കാണിച്ച് ഇവള് സഹായത്തിന് വേണ്ടി തിരിയുമ്പോഴേക്കും ആ കില്ലർ നമ്മുടെ പെണ്ണിനെ പിടിച്ചു കഴിഞ്ഞു. അവന്റെ കയ്യിലൊരു മഴുവുണ്ട്. അവൻ ആ മഴു കൊണ്ട് നായികയെ ആഞ്ഞ് വെട്ടാൻ നേരം മറ്റേ പെൺകുട്ടി ഇവനെ തള്ളി മറിച്ചിടും. കിട്ടിയ ജീവനും കൊണ്ട് ഓടുകയാണ് നമ്മുടെ പെണ്ണ്. അമ്മ വഴിയിൽ തന്നെ നിൽപ്പുണ്ട്. അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പറ്റില്ല. ഇവൾ എതിർഭാഗത്തോട് അമ്മയെ വിട്ടിട്ട് ഈ കില്ലറെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടാണ്. ജീവനും കൊണ്ട് ഓടാണ്. കില്ലറും വിടുന്നില്ല. അവന് സർവ്വശക്തി എടുത്ത് ഓടുന്നുണ്ട്. അവളെ വിട്ടു കഴിഞ്ഞാൽ തന്റെ പണിയെല്ലാം പാളിയില്ല. ഇവൾ ഓടി കാർ പാർക്കിങ്ങിലേക്ക് വരും. എന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് ഒളിച്ചെന്ന് അതിന്റെ മറുവശത്തേക്ക് പോകാനുള്ള ഡോറിന്റെ ലോക്ക് തുറക്കാണ്. ആ താഴ് തുറക്കുന്ന ശബ്ദം കില്ലർക്ക് കേൾക്കാം. അവൻ വേഗത്തിൽ ഇവളുടെ അടുത്തേക്ക് ഓടി വരും. തൊട്ടടുത്ത് എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇവൾ ആ ഡോറിനകത്തേക്ക് പാസ് ചെയ്തു. അത് ചെയിനിട്ട് മുറുക്കിയതുകൊണ്ട് തന്നെ കില്ലർക്ക് പാസ് ചെയ്ത് വരാൻ കഴിയുന്നില്ല. മറുവശത്താണ് ഇവളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ കീ അമർത്തി ലോക്ക് തുറന്നാൽ ശബ്ദം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ശബ്ദമില്ലാതെ ഇവള് കീയുടെ അകത്തുള്ള മെറ്റൽ കീ കൊണ്ട് ഡോറും പതിയെ തുറന്ന് അകത്തേക്ക് കയറിയിരിക്കും. എന്നിട്ട് ഉടനെ തന്നെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് എങ്ങോട്ടും പോവല്ലേ, ആ നിൽക്കുന്ന സ്ഥലത്തിന് നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം, പേടിക്കരുത് എന്ന് പറഞ്ഞ് കോള് കട്ടാക്കി ഇവള് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കാറിനകത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത്. ശബ്ദത്തിന്റെ സിഗ്നൽ. ആരോ ചിരിക്കുന്നു.
മറ്റാരുമല്ല, കില്ലർ ഇവളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവനും കാറിനകത്തേക്ക് കയറിയതാണ്. കത്തി കാണിച്ചുകൊണ്ട് അവൻ പറയും, വണ്ടിയെടുക്ക്, നിന്റെ അമ്മ കാത്തിരിക്കുകയല്ലേ, മുന്നോട്ട് പോ. അതിബുദ്ധി കാണിച്ച ഞാൻ കഴുത്തറക്കും. പേടിച്ച് ഇവള് കാറെടുക്കും. പക്ഷെ പെണ്ണ് കുറച്ച് സമർത്ഥയാണ്. കാർ എടുത്തെങ്കിലും അവൾ ആക്സിലേറ്ററിലേക്ക് ആഞ്ഞു ചവിട്ടും. വണ്ടി വേഗത്തിൽ ചെന്ന് ഇടിക്കുകയാണ്. ബെൽറ്റ് ഇട്ടതുകൊണ്ട് തന്നെ അവൾക്കൊന്നും സംഭവിച്ചില്ല. കില്ലർ തെറിച്ചു വീണു. അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവൾ ഓടുകയാണ് പുറത്തേക്ക്. ജീവനം കൊണ്ട് ഓടാണ്. അവനും പുറകെ വരുന്നുണ്ട് അതിവേഗത്തിൽ. പിടിച്ചില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി. കില്ലർ ഒരു ഭാഗത്ത് തെറിച്ച് വീഴാൻ നേരം ഇവളെങ്ങനെയോ അമ്മയുടെ അടുത്തേക്ക് എത്തി. അമ്മ നിൽക്കുന്നത് എമർജൻസി സ്വിച്ചുള്ള ഭാഗത്താ. ഈ തെരുവിന്റെ മൂലയ്ക്കെല്ലാം ഇവരെ നാട്ടിൽ എമർജൻസി സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചമർത്തിയാൽ മതി. അങ്ങനെ ഇവൾ ഓടിച്ചെന്ന് എമർജൻസി സ്വിച്ച് അമർത്തി. അധികം വൈകാതെ പോലീസ് അങ്ങോട്ട് എത്തും. പക്ഷെ പോലീസ് എത്തുന്നതിന് മുന്നേ ഈ സ്വിച്ച് അമർത്തിയ ഭാഗത്തോടെ ഇവര് സംസാരിക്കണം. എന്താണ് കംപ്ലൈന്റ് എന്ന് പറയണം. അമ്മയ്ക്കും മോൾക്കും ആണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ. സോ പോലീസുകാർ വീണ്ടും ചോദിക്കുന്നു. ഇവരൊന്നും മിണ്ടുന്നില്ല. ഈ നേരം ചിരിച്ചുകൊണ്ട് കില്ലർ അവന്റെ വണ്ടിക്കകത്ത് കയറും. അതിനകത്താണ് അവൻ നേരത്തെ കിഡ്നാപ്പ് ചെയ്ത പെണ്ണിനെ കിടത്തിയിരിക്കുന്നത്. അവൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത ഒരു ജെന്റിൽമെൻ ഇവരടുത്തേക്ക് വരുന്നുണ്ട്. ഹലോ, ഞാൻ എന്റെ പെങ്ങൾ അന്വേഷിച്ച് വന്നാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവളെ കാണാതായി. ഈ വഴിയാണ് പോയത്. നിങ്ങൾ കണ്ടോ? സംഭവം നേരത്തെ ഒരു കില്ലറെ കാണുമ്പോൾ അവൻ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇത്രയും വൃത്തിയായിട്ട് വന്നുകൊണ്ട് ഇത് കില്ലറാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഒരു യെല്ലോ ഷർട്ട് ധരിച്ച വെള്ള ഷൂ ഇട്ട പെൺകുട്ടിയാണ്. നിങ്ങൾ കണ്ടിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ അവളുടെ മൊബൈലില് നിങ്ങൾ ഏതെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളെ ഇവിടെ പരിസരത്ത് കണ്ടോ? കില്ലർ പറയും, അതെ, ക്യാപ്പും മാസ്കും ധരിച്ചൊരുത്തൻ ആ വഴിയെ ഓടുന്നു കണ്ടു. ഉടനെ ഇവള് എഴുതി കാണിക്കും, അവൻ നിങ്ങളുടെ പെങ്ങളെ അറ്റാക്ക് ചെയ്തു. ആ ഭാഗത്താണ്. ഞങ്ങൾ പേടിച്ചോടേണ്ടി വന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഉടനെ കില്ലർ കരഞ്ഞിട്ട്, ഏതു ഭാഗത്താണ്? അയ്യോ, എന്റെ പെങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്റെ കൂടെ വരുമോ? നിങ്ങളൊന്ന് വന്ന് കാണിച്ചു തരുമോ? ദയവേത് വരൂ. അമ്മ വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും മോള് കുഴപ്പമില്ല, കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അമ്മയും മോളും കൂടി ആ പെണ്ണിനെ കണ്ട ഇരുട്ട് മൂലയ്ക്ക് ഇയാളെ വിളിച്ചോണ്ട് പോവാൻ നിൽക്കുമ്പോ ഭാഗ്യത്തിന് പോലീസുകാരെത്തും. ഇവരാ എമർജൻസി സ്വിച്ച് അമർത്തിയില്ലേ, അതുകൊണ്ട് പോലീസുകാരെത്തി. പോലീസുകാർ ഇയാളെയും വിളിച്ചോണ്ട് പോയി അമ്മയും മോളും പറഞ്ഞ സ്ഥലമൊക്കെ പരിശോധിക്കും. പക്ഷെ അവിടെ ഒരടയാളവും കാണുന്നില്ല. ഒന്നും അവർക്ക് കണ്ടുകിട്ടിയില്ല. ഉടനെ ഹീറോയിൻ പറയും, നിങ്ങൾ CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ ഈ ഭാഗത്തെ, അതിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇവര് CCTV ചെക്ക് ചെയ്യുമ്പോൾ അതീ പറ്റിയ കുഴപ്പം എന്താന്ന് വെച്ചാൽ വെള്ളം ഒടിക്കാനും സിഗരറ്റ് വലിക്കാനും വേണ്ടി ചെറുക്കന്മാര് CCTV പല ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. സോ ഇന്ന് രാത്രി നടന്ന സംഭവങ്ങളൊന്നും തന്നെ അതിൽ റെക്കോർഡായിട്ടില്ല. എന്തായാലും നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയും വന്ന പോലീസുകാർ. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ഇവരെല്ലാം സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ അമ്മച്ചി മോളോട് പറയും, ഈ നല്ല ഉടുപ്പിട്ടവനെ കാണുമ്പോൾ എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് മോളെ. അവൻ ഇത്രയും നേരം ഭയങ്കര ടെൻഷനിലായിരുന്നു, പക്ഷെ ഇപ്പൊ വളരെ കൂളായി നിൽക്കുന്നു. പിന്നെ നമ്മളെ നോക്കുന്ന നോട്ടവും ശരിയില്ല. അത് കേട്ട് മോള് പറയും, നമ്മൾ സംസാരിക്കുന്നത് അയാൾക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കാം, നമ്മളെന്തിനാ തെറ്റിദ്ധരിക്കുന്നു. ഇതെല്ലാം കണ്ടോണ്ട് നിന്ന കില്ലർക്ക് മനസ്സിലായി ഇവർക്ക് സംശയം തോന്നി എന്നുള്ളത്. അവൻ ഫോണ് കാണിച്ചിട്ട് പറയും, എന്റെ പെങ്ങള് വീട്ടിലെത്തിയത്രേ. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്റെ പെങ്ങള്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്, എനിക്കിപ്പോഴാണ് സമാധാനമായത്. അങ്ങനെ അവിടെ നിന്ന് ഇവരെല്ലാവരും കൂടി സ്റ്റേഷനിലേക്ക് വരുന്നു. ഹീറോയിൻ അവള് കണ്ട ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. യെല്ലോ ബ്ലൗസ്, ഡെനിം ഷോർട്സ്, വൈറ്റ് ഹീൽസ്. ആ പെൺകുട്ടി എവിടെ പോയി എന്നുള്ളത് നിനക്കറിയില്ല അല്ലെ? അവളില്ലാന്ന് പറയും. അവൾ അറ്റാക്ക് ചെയ്തവന്റെ അടയാളം വല്ലോ നിനക്കറിയോ? എത്ര ഉയരം ഉണ്ടായിരുന്നു? എന്തായിരുന്നു നിറം? തടി ഉണ്ടായിരുന്നോ? അടയാളങ്ങൾ? അതൊന്നും ഇവൾക്ക് അറിയില്ല. ഉടനെ നമ്മുടെ കില്ലർ കൈവോക്കിയിട്ട് പറയും, ഞാൻ കണ്ടതാണ്, ഏകദേശം 170 സെന്റിമീറ്റർ ഉയരം കാണും, മെലിഞ്ഞ ശരീരം. അത് കേട്ട് പോലീസുകാരൻ പറയും, ഞങ്ങൾ നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറഞ്ഞാൽ മതി, ഒരുപാട് ഓവർ സ്മാർട്ട് ആവണ്ട. ഇത് കേട്ട് അവിടെ വെള്ളടിച്ച് കിടക്കുന്ന ഒരു തന്ത പോലീസുകാരനുണ്ടാവും. അയാൾ ഉടനെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റിട്ട്, നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറഞ്ഞാൽ പോരടാ, നിന്റെ വിചാരം എന്താ? നീയാണോ പോലീസ്, ഞങ്ങളാണോ പോലീസ്? നിനക്ക് വീട്ടിൽ തന്തയും തള്ളയൊന്നുമില്ലേ? ഇതൊക്കെ പറഞ്ഞുതരാം. അത് കേട്ട് ദേഷ്യം വന്ന വില്ലൻ ആ അപ്പൂപ്പൻ പോലീസുകാരനോട് പറയും, എന്റെ വീട്ടിൽ തന്തയും തള്ളയുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിന്നെപ്പോലെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കായി. ഈ സമയത്ത് വില്ലന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണ് നിലത്തേക്ക് വീഴും. അത് അമ്മച്ചിയുടെ കയ്യിൽ കിട്ടും. അതിലൊരു പെൺകുട്ടിയുടെ പടം. ഉടനെ വില്ലൻ ആ ഫോൺ തട്ടിപ്പറിക്കുന്നു. ഇവര് തമ്മിൽ വഴക്കാവുന്ന കണ്ട ഒരു പോലീസുകാരൻ ആ തന്ത പോലീസിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഇവര് 3 പേര് മാത്രമേ ഉള്ളൂ സ്റ്റേഷനകത്ത്. വില്ലൻ ഹീറോയിന്റെ അടുത്ത് വന്ന്, ഞാൻ ആ കംപ്ലൈന്റ് ഒന്ന് നോക്കട്ടെ, എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ അതിൽ മാറ്റിക്കൊള്ളാന്ന് പറഞ്ഞ് ഇവനതെടുത്ത് നമ്മുടെ പെങ്കൊച്ചിന്റെയും അമ്മയുടെയും അഡ്രസ്സ് നോക്കും. അവൾ ഈ വില്ലനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കും. ഈ സമയത്ത് അമ്മച്ചി മോളോട് പറയുന്നുണ്ട്, മോളെ, അവന്റെ കയ്യിൽ ഒരു കറുത്ത മൊബൈലല്ലേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഒരു വെള്ള മൊബൈൽ ഞാൻ കണ്ടു, അതിലൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ വില്ലൻ ആ ഡോക്യുമെന്റിൽ അവനെക്കുറിച്ചുള്ള ഏകദേശം അടയാളങ്ങളെല്ലാം ഇവൾ എഴുതിയിരിക്കുന്നതായിട്ട് കാണും. ഈ നേരം അമ്മയും മോളും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവൻ ചോദിക്കും, നിങ്ങൾ എന്താണ് സംസാരിക്കണേന്ന്? ഇവളൊന്നുമില്ലാന്ന് പറയും.
ഉടനെ അവൻ നേരെ അമ്മയുടെ മുന്നിലേക്ക് ചെന്നിട്ട് സത്യം പറയും, നിങ്ങൾ എന്താണ് സംസാരിച്ചത്? അമ്മ ഒന്നും മിണ്ടില്ല. ഇവന്റെ കയ്യിലൊരു ബാഗുണ്ട്, അതിനകത്ത് ആയുധങ്ങളാണ്. ഇവൻ അതിലൊരു ആയുധം എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഭാഗ്യത്തിന് പുറത്തേക്ക് പോയ പോലീസുകാർ അകത്തേക്ക് വരുന്നത്. ആ പോലീസുകാരന്റെ കൂടെ നമ്മുടെ ചേട്ടൻ പോലീസുകാരനുണ്ട്. പുള്ളിക്കാരൻ എന്റെ അനീത്തിയെ കാണാനില്ല എന്നും പറഞ്ഞ് ഈ പോലീസിന്റെ കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് നേരമായി വിളിക്കുന്നു, അവൾ ഫോൺ എടുക്കുന്നില്ല. ഉടനെ തന്നെ ഒരു പെട്രോളിന് അയക്കണം, ഒരാളെ കാണാതായി, നിശ്ചിത സമയമുണ്ട്, അതല്ലാതെ കേസ് എടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് ഈ ചേട്ടൻ പോലീസും മറ്റേ പോലീസും തമ്മിൽ വഴക്കടിക്കുമ്പോഴാണ് മറ്റേ കൂട്ടുകാരൻ പോലീസ് എപ്പോഴാണ് അനീത്തിയെ കാണാതായെന്ന് ചോദിക്കുക. ഏകദേശം 10 മണിക്ക്. അവൾ എന്താണ് ധരിച്ചിരുന്നത്? യെല്ലോ ബ്ലൗസും ഷോർട്സും. ഇത് കേട്ടുടനെ മറ്റേ പോലീസ് താൻ പറയുന്നതുമായിട്ട് മാച്ച് ചെയ്തൊരു കംപ്ലൈന്റ് ഇവിടെ ഒരു പെൺകുട്ടി കൊടുത്തിട്ടുണ്ട്, വായോ നമുക്ക് സംസാരിക്കാം അവരോട്, അനീത്തിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നും പറഞ്ഞ് ചേട്ടൻ പോലീസ് അനീത്തിയുടെ ഫോട്ടോ ഹീറോയിന് കാണിച്ചു കൊടുക്കും. ഇത് കണ്ടവള് ഞെട്ടി, ഇവള് തന്നെയാണ്, ഈ കുട്ടി തന്നെയാണ്, ഈ കുഞ്ഞിനെ തന്നെയാണ് ഞാൻ കണ്ടതെന്ന് പറയാണ്. ഈ നേരത്ത് ആ കുടിയം പോലീസുകാരൻ വീണ്ടും വരുന്നുണ്ട് അകത്തേക്ക്. അയാളെ പിടിച്ചുകൊണ്ട് പോകും മറ്റേ പോലീസുകാരൻ. ഇപ്പൊ അമ്മയും മോളും ആ ചേട്ടൻ പോലീസുമാണ് അകത്തുള്ളത്. അമ്മ എന്തോ പറയാൻ പുറപ്പെടുമ്പോ ഈ വില്ലൻ അവരെ കൈപിടിച്ച് അമർത്തിയിട്ട് വാ തുറന്ന നിന്റെ മോളെ ഞാൻ കൊന്നുകളയെന്ന് പറയും. എന്നിട്ട് അവന്റെ ബാഗ് കാണിച്ച് അതിനകത്ത് നിന്ന് ഒരു കത്തിയെടുത്ത് ചിരിച്ചുകൊണ്ട് ഈ ചേട്ടൻ പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. കാരണം എല്ലാം കൈവിട്ടു പോയില്ലേ. തിരിഞ്ഞു കുത്താൻ നേരം ചേട്ടൻ കറങ്ങി മാറി അവന്റെ കത്തി കയറി പിടിക്കും. അപ്പൊ വില്ലൻ പറയും, ഞാനാണ് നിന്റെ പെങ്ങളെ കുത്തിയത്, നിന്നെ കൊല്ലാൻ പോകുന്നത് ഞാൻ തന്നെ. അപ്പൊ ചേട്ടൻ, നിനക്ക് ആള് മാറിപ്പോയി, നീ വലിയ തെറ്റാണ് ചെയ്തത്, ആളറിയാതെയാടാ നീ കൈവച്ചെന്നും പറഞ്ഞ് അവന്റെ കത്തി തട്ടി മാറ്റി പൊരിഞ്ഞെട്ടി ഇടിയോ ഇടി അവന്റെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചടിയാണ്. ഏകദേശം ഡോൺലി മാമന്റെ പഞ്ചമുണ്ട്. ഈ അകത്ത് അടി നടക്കവേ ഈ അമ്മയും മോളും പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അത് കണ്ട് അകത്തെന്തൊക്കെയോ വയലൻസ് സംഭവിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലീസുകാര് ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ട്. ഈ നേരം വില്ലന്റെ കയ്യിലെ കത്തി പിടിച്ചു വാങ്ങി പോലീസുകാരൻ അവന്റെ കഴുത്തിന് കത്തി വെച്ചിട്ട് എവിടെയാടാ എന്റെ പെങ്ങളെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാരകത്തേക്ക് കയറി വരുന്നത്. അവര് നോക്കുമ്പോ പോലീസ് സാക്ഷിയായി വന്നിരിക്കുന്നവന്റെ കഴുത്തിന് കത്തി വെച്ചിരിക്കുന്നു. സാർ കത്തി താഴെടൂ എന്ന് ഇവര് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോലീസുകാരൻ ഇവനാണ് ആള്, ഞാൻ പറയുന്നത് കേൾക്ക്, ഇവനാണ് ആള് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ ഈ കില്ലർ എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ലേ, ഞാനിപ്പോ ചാകുവേന്ന് പറഞ്ഞ് ബലം പിടിച്ചു കാണിച്ച് അഭിനയിക്കും. ഇത് കണ്ട ഉടനെ മറ്റു പോലീസുകാർക്ക് വഴിയില്ല. അവര് ഷോക്ക് കൊടുത്ത് നമ്മുടെ ചേട്ടൻ പോലീസിനെ വീഴ്ത്തുകയാണ്. എന്നിട്ടെന്തോ ഇവനെ രക്ഷപ്പെടുത്തുന്ന പോലെ, ഈ കില്ലറെ രക്ഷപ്പെടുത്തുന്ന പോലെ സോറിയൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റും. നമ്മുടെ പോലീസ് ചേട്ടനെ വിലങ്ങ് വെച്ച് കെട്ടിയിടുകയും ചെയ്യും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കില്ലർ പറയും, ഇയാള് പെട്ടെന്ന് എന്റെ പെങ്ങളെവിടെയെന്ന് ചോദിച്ച് എന്നെ തല്ലാൻ തുടങ്ങി, എനിക്കൊന്നും മനസ്സിലായില്ല. പോലീസുകാർ, സോറി സാർ, പെങ്ങളെ കാണാത്തതുകൊണ്ട് പുള്ളിക്കാരന് പ്രാന്തായതാണ്, നിങ്ങൾ ക്ഷമിക്കൂ, ബീഡി വേണമെങ്കിൽ ഒന്ന് വലിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു ബീഡിയും കൊടുത്ത് അയാളെ സന്തോഷത്തോടെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ അമ്മയും മോളും അവനെ കൈ ചൂണ്ടി കാണിച്ച് എന്തൊക്കെയോ പോലീസുകാരോട് പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുമില്ല. അവൻ രക്ഷപ്പെട്ടു പോയി. പിറ്റേന്നാണ് ഈ പോലീസുകാരന്മാർക്ക് ബോധം വരുന്നത്. അപ്പൊ ചേട്ടൻ പോലീസ്, ഞാൻ കൊറിയനിലല്ലടോ പറഞ്ഞത് അവനാണ് കില്ലറെന്ന്, എന്നിട്ട് എന്നെ പിടിച്ച് ഓഫാക്കി അവനെ രക്ഷപ്പെടുത്തി കളഞ്ഞു. ഇനി അവനെ എവിടെ ചെന്ന് അന്വേഷിക്കാനാണ്? ഇവര് കുറെ മാപ്പൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസ് വണ്ടിയിൽ അമ്മേനെയും മോളെയും ഇവര് വീട്ടിൽ കൊണ്ടുപോയാക്കും. മോള് പോലീസുകാരനോട് സോറി പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അനിയത്തി കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മയും മോളും വീടിനകത്തേക്ക് വന്ന് രക്ഷപ്പെട്ടതാലോചിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് ഇവരെ വീട്ടിലെ ലൈറ്റ് മിന്നി മറയുന്ന കാണാം. ശബ്ദം ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇവർക്ക് കേൾവിശക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട് മുഴുവൻ അങ്ങനെ ശബ്ദം ഡിറ്റക്ട് ചെയ്യുന്ന ലൈറ്റാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വാതിലിന്റെ ഭാഗത്തേക്ക് വരും. പേടിച്ച് ഇവര് വാതിലിനടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അത് അമ്മയുടെ തുണിക്കട ഓണർ ലേഡി ആയിരിക്കും. അവര് ഗാർമെന്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒരുപാട് തവണയായിട്ട് നിങ്ങൾക്ക് വിളിക്കുന്നു, നാളെ കൊടുക്കാനുള്ള സാധനങ്ങൾ വീട്ടിലല്ലേ ഇരിക്കണേ, അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങളും കൂടെ വരുമെന്ന് പറഞ്ഞ് ആ ഓണർ ലേഡിയും അമ്മച്ചിയും കൂടി 3-4 ബാണ്ടക്കെട്ടും തൂക്കി അവരുടെ കടയിലേക്ക് പോകും. മോളോട് ശ്രദ്ധിച്ചിരിക്കാൻ പറയും. ഈ അമ്മച്ചി പോയി കഴിയുമ്പോൾ ലോക്ക് തന്നാലെ തുറന്ന് ഈ കില്ലർ വീടിനകത്തേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിലെ ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ആരോ വീടിനകത്തേക്ക് കയറിയതുപോലെ മോൾക്ക് സംശയം തോന്നി. അവൾ എല്ലാ മുറികളിലും മാറി നടന്ന് നോക്കുമ്പോൾ വീട്ടിലെ ടൈം പീസ് ഓണായി കിടക്കാണ്. അതിൽ നിന്നാണ് ഈ ശബ്ദം വന്നത്. ഇവള് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്ന് പോലീസുകാരന് മെസ്സേജ് അയക്കും, പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അനിയത്തിയെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കില്ലർ പതിയെ അവളുടെ പുറകെ വന്ന് നിൽക്കുന്നു. അവൾ അറിയുന്നില്ല. ഇവൻ ചെന്ന് വലിയൊരു മഴുവെടുത്തോണ്ട് വന്ന് അവളെ വെട്ടാൻ നിൽക്കുമ്പോഴാണ് പെണ്ണ് ഭാഗ്യത്തിന് തിരിഞ്ഞു നോക്കുന്നത്. വെട്ട് ടേബിളിലാണ് കൊള്ളുക. ജസ്റ്റ് മിസ്സിനെ അവള് രക്ഷപ്പെട്ടു.
അവനെയും തള്ളി മാറ്റി ഇവൾ അടുത്ത മുറി കയറി വാതിലടയ്ക്കും. എന്നിട്ട് ഉടനെ തന്നെ പോലീസുകാരന് പ്ലീസ് ഹെൽപ്പ്, അയാളിപ്പോ എന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. ഈ മെസ്സേജ് കിട്ടിയ ഉടനെ പോലീസുകാരൻ അവിടുന്ന് ഓടി വരികയാണ് ഇവളുടെ വീട്ടിലേക്ക്. മോള് ഫോൺ എടുത്ത് അമ്മയ്ക്ക് മെസ്സേജ് ചെയ്യും, അമ്മയെ വീട്ടിലേക്ക് വരല്ലേ, അവൻ വീടിനകത്തുണ്ട്. പക്ഷെ അപ്പോഴേക്കും അമ്മ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. നീ എന്താ പറയുന്ന, വാതിലെന്താ മോളെ തുറന്നു കിടക്കുന്ന എന്നായിരിക്കും അമ്മയുടെ മെസ്സേജ്. അമ്മ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞു. ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവന്റെ പിടിപ്പെടും. അമ്മയെ രക്ഷപ്പെടുത്തണോ അതോ ഇവന്റെ കയ്യിൽ നിന്ന് താൻ മാത്രം രക്ഷപ്പെട്ട് ഓടണോ? ഇവള് വാതിൽ തുറക്കാൻ ശ്രമിക്കവേ അവൻ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇവള് കൈ തട്ടി മാറ്റി വാതില് വീണ്ടും അടച്ച് അകത്തേക്ക് മാറി നിൽക്കുമ്പോൾ അമ്മയുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ്, മോളെ വാതിൽ തുറക്ക്, അതാണ് നിനക്ക് നല്ലത്, തുറന്നോ, ഇപ്പൊ തന്നെ തുറന്നോ. അതാ കില്ലർ ഇവൾക്ക് അയക്കുന്ന മെസ്സേജാണ്. ഇവൾ ആ മുറിയുന്ന മറ്റേതെങ്കിലും വഴി കൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കും. ജനലിൽ കൂടെ ചാടിയ കുറച്ച് വേസ്റ്റിന്റെ പുറത്ത് വീണ് രക്ഷപ്പെടാം. ഈ സമയത്ത് പോലീസുകാരൻ ജീവനം കൊണ്ട് പാഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കില്ലറാണെങ്കിൽ തന്റെ കയ്യിലെ മഴുകൊണ്ട് വാതിൽ കൊത്തി പൊളിക്കാൻ തുടങ്ങും. കൊത്തിപ്പൊളിച്ചവൻ അകത്തേക്ക് കയറിക്കഴിഞ്ഞു. ഇനി ഇവൾക്ക് വേറെ വഴിയില്ല. അവൾ ആ ജനാലയെ കൂടെ പുറത്തേക്ക് എടുത്തു ചാടും. പക്ഷെ കില്ലർക്ക് അവളുടെ മുടി പിടുത്തം കിട്ടി. ഇവള് കയ്യിലെ നഖം ഉപയോഗിച്ച് അവന്റെ കയ്യിലേക്ക് മാന്തി പിടുത്തം വിട്ട് താഴേക്ക് വീണ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. കില്ലർ വിടൂല, പുറകെ തന്നെ ഓടി വരുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഓടിപ്പോകുന്നത് നമ്മുടെ പോലീസുകാരൻ കാണും. പോലീസുകാരനും പുറകെ തന്നെ വെച്ച് പിടിക്കും. 3 പേര് ഓടാണ് തെരുവിൽ കൂടെ. ആരുമില്ല തെരുവില്. ഓടി അവസാനം ഒരു വഴിയില്ല കുടുക്കത്തി ഒരു മൂല പോയിന്റിൽ പെണ്ണ് ചെന്ന് കുടുങ്ങി. അവിടെ നിന്ന് എങ്ങോട്ടും വഴിയില്ല. ഇവളൊരു കസേരയും പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. നിന്റെ കഥ തീർന്നടാ, നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനൊരു സൈക്കിള് കയ്യിലെടുത്തോണ്ട് വരും. എന്തായാലും ഈ പോലീസുകാരന്റെ കൂടെ അടിയുണ്ടാക്കി ജയിക്കാൻ പറ്റില്ല എന്ന് കില്ലർക്കറിയാം. ഇവൻ തന്റെ കയ്യിലെ കത്തി സ്വന്തം കഴുത്തില് ചെറുതായി കുത്തി ഇറക്കിയിട്ട് പറയും, നിന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി ചാവുന്നതിനേക്കാളും നല്ലത് ഞാൻ സ്വയം ചാവുന്ന. എന്താണ് നിനക്ക് വേണ്ടത്, തീരുമാനിച്ചോ. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഞാൻ തരാം. ഈ പെണ്ണിനെ വിട്ടേക്ക്. നിനക്ക് വേണ്ടത് നിന്റെ അനിയത്തിയല്ലേ, അവള് ജീവനോടെ ഉണ്ട്. അവളുടെ ലൊക്കേഷൻ ഞാൻ തരാം. നിന്റെ മൊബൈലിലേക്ക് ഇപ്പൊ തന്നെ അയക്കാം. അങ്ങോട്ട് ചെല്ല്. ഇവളെ വിട്ടേക്ക്. 2 പേരിൽ ഏതെങ്കിലും ഒരാൾ മാത്രമേ നിനക്ക് കിട്ടുള്ളൂ. അതല്ല എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇവളെ കൊല്ലും. പറ്റുമെങ്കിൽ നിന്റെ അനിയത്തിയെങ്കിലും രക്ഷപ്പെടുത്ത്. വിട്ടു പൊക്കോന്ന് പറയും കില്ലർ. പോലീസുകാരനാണെങ്കിൽ അനിയത്തിയെ വേണോ, സംസാരിക്കാൻ കഴിവില്ലാത്ത പാവം പെണ്ണിനെ വേണോ? അയാൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ എത്ര നല്ലവരാണെങ്കിലും ഒരു സെക്കൻഡ് സെൽഫിഷായി പോകും. അയാൾക്ക് അനിയത്തി തന്നെയാണ് വേണ്ടത്. പുള്ളിക്കാരൻ സോറി പറഞ്ഞിട്ട് ഹീറോയിനോട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിക്കളയും. ഓടി വരുന്നത് ഇവളുടെ വീട്ടിലേക്കാണ്, ഹീറോയിന്റെ വീട്ടിലേക്കാണ്. ആ ലൊക്കേഷനാണ് കില്ലർ പോലീസുകാരന് കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അവൻ ഹീറോയിന്റെ മേത്ത് കയറിയിരുന്ന് അവളെ കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് പോലീസുകാരന്റെ കോള് വരുന്നത്. നീ പറഞ്ഞ ലൊക്കേഷനിൽ എന്റെ അനിയത്തി ഇല്ലല്ലോ, നീ എന്നെ പറ്റിക്കുകയായിരുന്നു. അപ്പൊ കില്ലർ ചിരിച്ചോണ്ട് പറയും, നീ മണ്ടനാണോടാ എന്നെ വിശ്വസിക്കാൻ? ഇവളെ കുരുതി കൊടുത്താൽ നിനക്ക് നിന്റെ അനിയത്തി തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചോ? ഇവളെ തീർത്തു കഴിഞ്ഞ് ഞാൻ അവളെ പിടിക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ കൊച്ചിന്റെ അമ്മ അവിടെ ഉണ്ടാവും. 2 പേരും നഷ്ടപ്പെട്ട കുടുംബത്തെ ആലോചിച്ച് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കും എന്നും പറഞ്ഞവൻ കോള് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വീട്ടിൽ അമ്മച്ചീനെ കാണിക്കുന്നുണ്ട്. സോ അമ്മച്ചീനെ അവൻ കൊന്നിട്ടില്ല. ഈ നേരം കില്ലർ ഫോണിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ മണ്ണ് വാരി അവന്റെ കണ്ണിലേക്ക് വെതറിയിട്ട് അവനെ തള്ളി മാറ്റി അവിടുന്ന് ഓടാൻ തുടങ്ങും. ഈ സമയത്ത് എന്റെ മോൾ എവിടെയാണെന്ന് ചോദിച്ച് കരഞ്ഞിട്ട് അമ്മച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഹീറോയിൻ ഇങ്ങനെ വില്ലന്റെ പിടിപ്പെടാതെ ഓടി വരുമ്പോഴാണ് പോലീസുകാരന്റെ അനിയത്തിയെ കാണുക. അവള് വാനിൽ നിന്ന് പുറത്തേക്കെടുത്ത് ചാടും. പുറകെ തന്നെ വില്ലൻ വരുന്നുണ്ട്. വില്ലന്റെ കണ്ണീ പെടാതെ ഈ പെണ്ണിനെ വിളിച്ചിട്ട് ഹീറോയിൻ ഒരു മൂലയ്ക്ക് മറിഞ്ഞിരിക്കും. എന്നിട്ട് അവളോട് എമർജൻസി സർവീസിനെ വിളിക്കാൻ പറയും. പക്ഷെ ഇവരാരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം കില്ലർക്ക് കേൾക്കാം. കില്ലർ ഇവരെ തൊട്ടടുത്താണുള്ളത്, മിണ്ടാൻ പറ്റില്ല. അപ്പൊ ഹീറോയിൻ പറയും, എഴുതി കാണിക്കും അവള്, നിന്റെ ബ്രദറെ വിളിക്ക്, അദ്ദേഹം ഇവിടെ അടുത്തന്നെ ഉണ്ട്. അവളെ കയ്യിലെ കത്തി ഹീറോയിൻ വാങ്ങിച്ചിട്ട് പറയും, ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞ് അവന്റെ ശ്രദ്ധ തിരിച്ച് ഞാൻ ഇവിടുന്ന് ഓടിപ്പോകാം, നീ നിന്റെ ബ്രദറെ വിളിക്ക്. ഇപ്പൊ അത് മാത്രം ഒരു വഴിയുള്ളൂ. അങ്ങനെ ഇവള് മാറി വന്ന് കത്തി കാണിച്ച് കൊല്ലടാ, എന്നെ കുത്തടാ എന്നും പറഞ്ഞ് കില്ലറെ അവളെ ഭാഗത്തേക്ക് വിളിക്കുക. പക്ഷെ കില്ലർക്ക് മനസ്സിലായി ഈ 2 പെണ്ണുങ്ങളും കൂടി എന്തോ നാടകം കളിക്കുകയാണെന്ന്. മറ്റേ പെണ്ണ് ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഇവൻ അവളെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ഇവള് പെട്ടെന്ന് ആ എമർജൻസി സ്വിച്ച് അമർത്തിയിട്ട് അവിടെ നിന്ന് ഓടിക്കളയും. ഇവര് 2 പേരും അവിടെ നിന്ന് ഓടിക്കളയുമ്പോൾ നമ്മുടെ പോലീസുകാരുടെ അനിയത്തി പോലീസുകാരനെ വിളിച്ച്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോലീസിനെ അയക്കാൻ പറയും. ഇവിടെ ഹീറോയിനാണെങ്കിൽ ജീവനം കൊണ്ട് ഓടി അവള് ടൗൺ സ്ട്രീറ്റിലേക്ക് എത്തി.
അപ്പോഴേക്കും പോലീസുകാരിയുടെ അനിയത്തിക്ക് ചുറ്റും ഒരുപാട് പോലീസുകാരും ആശുപത്രിക്കാരെല്ലാം എത്തിക്കഴിഞ്ഞു. അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഉരിയാടാൻ പറ്റാത്ത അമ്മ എൻ്റെ മോളെവിടെ എന്ന് കരഞ്ഞുകൊണ്ട് പോലീസുകാരനോട് ചോദിക്കും. അപ്പൊ അനിയത്തിക്കുട്ടി പറയും, പോലീസുകാരൻ്റെ അനിയത്തിക്കുട്ടി പറയും, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ സ്വന്തം ജീവൻ പണയം വെച്ച് ആ കില്ലറേയും വിളിച്ചുകൊണ്ട് ഓടിയതാണ്. എനിക്ക് വേണ്ടിയാണ് അവൾ സ്വയം കുരുതിക്ക് തയ്യാറായത്. ഇത് കേട്ട് ചേട്ടൻ പോലീസിന് നെഞ്ചി ഇടി വീണതുപോലെയാവും. താൻ എത്ര സെൽഫിഷായിരുന്നു. പക്ഷെ ആ കുട്ടി തന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താനാണ് നോക്കിയത്. ഇവര് രണ്ടുപേരും ടൗണിലേക്ക് ഓടും. അമ്മച്ചിയും പോലീസുകാരനും രണ്ടുപേരും ഹീറോയിനെ കാണാൻ വേണ്ടി ടൗണിലേക്ക് ഓടും. ഈ സമയത്ത് ഹീറോയിൻ ടൗണിൽ കാണുന്നവരോടൊക്കെ അവൻ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട്. ആർക്കൊന്നും മനസ്സിലാവില്ല. ഇവളുടെ കയ്യിൽ ചെറിയൊരു കത്തി ഉണ്ടാവും. നാട്ടുകാരെല്ലാം ഇവളെ കണ്ടിട്ടാണ് പേടിക്കുക. ഇവളുടെ കയ്യിലെ ചെറിയ കത്തി. ഇവൾക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റില്ലല്ലോ. പറയുന്നവർക്കൊന്നും മനസ്സിലാവൂല. അവൻ എന്നെ കുത്താൻ വരുന്നു, അവൻ കില്ലറാണെന്ന് ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും അവളോട് കത്തി താഴെ ഇറക്കാൻ പറയും. ഈ സമയത്ത് വില്ലൻ പോലീസിനെ വിളിക്കല്ലേ, അവൾ എന്റെ സിസ്റ്ററാണ്, തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്, അവൾക്ക് എന്തേലും പറ്റിയാ എനിക്ക് മറ്റാരുമില്ല, ദയവേത് എന്നെ സഹായിക്കണം, എല്ലാവരും അവളെ പിടിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ അവൾ വയലന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും, പ്ലീസ് സഹായിക്കൂ എന്ന് പറയും കില്ലർ. നമ്മുടെ പെണ്ണാണെങ്കിൽ കരഞ്ഞിട്ട് വീണ്ടും ഓടുകയാണ്. അവൾക്ക് ടൗണിൽ വന്നിട്ട് സഹായം കിട്ടിയില്ല. ഇവൾ ഓടിപ്പോകവേ 2-3 പട്ടാളക്കാർ, സാർ ഞങ്ങൾ ഓടാൻ വിട്ടില്ല, നിങ്ങൾ അനിയത്തിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കൂ, ഇപ്പൊ ഹാപ്പി അല്ലേ എന്നും പറഞ്ഞ് അവളെ പൊക്കിയെടുത്തോണ്ട് വന്ന് ഇവൻ ഇട്ടു കൊടുക്കും. അവര് പോയി കഴിയുമ്പോൾ ഇവള് കരഞ്ഞോണ്ട് പറയാണ്, എനിക്കിപ്പോൾ മരിക്കണ്ട, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ കുറെ യാത്ര ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരു കല്യാണം കഴിക്കണം, ഇഷ്ടപ്പെട്ട ആളെ, 2 കുട്ടികളെ പ്രസവിക്കണം, ഒരു നല്ല അമ്മയായിട്ട് അവരെ വളർത്തണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നെ കൊല്ലല്ലേ, ദയവേത് എന്നെ കൊല്ലല്ലേ, ഞാൻ ആരോടും പറയില്ല, ഈ ഒരു തവണത്തേക്ക് എന്നെ മാത്രം ക്ഷമിച്ച് വിട്ടൂടെ, ഞങ്ങൾക്ക് ആരുമില്ല. ഇവൻ അവളെ ആളില്ലാത്ത ഒരു മൂലയിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ട്, നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി, പക്ഷെ കണ്ടോ, ഈ നാട്ടിൽ ആരും നിന്നെ സഹായിക്കാനില്ല, എന്നെയും സഹായിക്കാനില്ല, പിന്നെന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ഒരാളെ നീ പറഞ്ഞത് കേട്ടില്ല, വിശ്വസിച്ചില്ല, അങ്ങനെയുള്ള വൃത്തികെട്ട ലോകത്ത് നിനക്ക് ജീവിക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇവനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഭാഗ്യത്തിന് പോലീസുകാരന്റെ കണ്ണില് ഇവര് 2 പേരും പെടുന്നു. കില്ലർ തിരിയുമ്പോഴേക്കും വലിച്ചിട്ട് അടി തുടങ്ങി. പൊതിരവനെ തല്ലി കഴുത്തിനെ ലോക്കിട്ട് പിടിച്ച് ഏകദേശം അവൻ ചത്തു. അനക്കല്ലാണ്ടാവുമ്പോഴാണ് പിടിവിടുക. ആള് തീർന്നു എന്ന് വിചാരിച്ച് പോലീസുകാരൻ വന്ന് ഹീറോയിനോട് ക്ഷമ പറയും. എന്നോട് ക്ഷമിക്കോ, 1 സെക്കൻഡ് നേരത്തേക്ക് ഞാൻ സ്വാർത്ഥനായിപ്പോയി, എന്റെ പെങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ ആശുപത്രിയിലാണ്, നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അമ്മ നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, ഇതേ ടൗണിയുണ്ട്, വായോ പോയി കാണാന്ന് പറഞ്ഞ് ഇവരെഴുന്നേക്കാൻ നിൽക്കുമ്പോഴാണ് ഈ ചത്ത് കടന്ന വില്ലൻ ഒരു ചെയറും പൊക്കിയെടുത്ത് പോലീസുകാരന്റെ മണ്ടയ്ക്കടിക്കുന്നു. പോലീസുകാരന്റെ പകുതി ബോധം പോയി. പെട്ടെന്ന് ഹീറോയിൻ ചാടി എഴുന്നേറ്റ് താഴെ കിടക്കുന്ന ആ പേന കത്തിയെടുത്ത് ഇവന് നേരെ നീട്ടും. പക്ഷെ അതെങ്ങനെയാണ് ഉപയോഗിക്കാന്ന് പോലും അവൾക്ക് അറിയില്ല. അവൾക്ക് പേടിയാണ്. അരബോധത്തോടെ പോലീസുകാരനും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ കില്ലർ പറയും, എനിക്ക് ഏതെങ്കിലും ഒരാളെ മതി ഇന്നത്തേക്ക്, ഒരാളെ ഞാൻ ഉറപ്പായിട്ടും കൊല്ലും, നിങ്ങൾ 2 പേരും മാറിയെന്നോ, അവളുടെ അമ്മ ബാക്കിയുണ്ടല്ലോ, എനിക്ക് അവള് മതി എന്ന് പറഞ്ഞ് ഇവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങും. തിരിഞ്ഞു നടന്ന് ഓടി നേരെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ കൈകൂപ്പി എൻ്റെ മോളെവിടെ, ദയവേദന്റെ മോളെ തിരിച്ചതാന്ന് പറഞ്ഞ് ചോദിച്ച് കരയുമ്പോൾ അവൻ പറയും, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കായിരുന്നു, നിങ്ങളുടെ മോളതാ ആ ഇടവഴി പാതയിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ, ഞാൻ പറ്റിക്കുകയല്ല, ചെന്ന് നോക്കൂ. അമ്മച്ചി വേറെ വഴിയില്ലാതെ ആ ഇരുണ്ട ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. പക്ഷെ നമ്മുടെ പെണ്ണ് വിടില്ല. അവൾ ദൂരേന്ന് ഓടി വരികയാണ്. സർവ്വശക്തിയെടുത്ത് ഓടി വന്ന് തൻ്റെ കയ്യിൽ ആ പേന കത്തി കൊണ്ട് ഒരൊറ്റ കുത്ത്, ചോര പൊടിയാൻ തുടങ്ങി. അവൾ അമ്മയോട് പറയും, അമ്മ അടുത്തേക്ക് വരണ്ട, ഞാനിത് തീർത്തോളാം. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ കത്തി കൊണ്ട് ഇവൾക്കവനെ കുത്താൻ കഴിഞ്ഞില്ല, ഇവൾക്കതിന് പറ്റില്ല, ആ കുത്ത് മിസ്സായിപ്പോയി. ഒരു പൊട്ടിപ്പെണ്ണിനെ എന്നെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോടി, ഒരാളെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നിവൻ പറഞ്ഞു തീരുമ്പോൾ ഇവളാ കത്തി, അവൻ ഇവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ കത്തി ഇവള് സ്വന്തം വയറ്റിലേക്ക് കുത്തിയിറക്കും. എന്നിട്ട് നിലത്തേക്ക് വീഴും. ടൗണിലാണല്ലോ ഈ സംഭവം നടക്കുന്നത്. നാട്ടുകാരെല്ലാം ചുറ്റുമുണ്ട്. അവളുടെ വയറ്റിൽ കത്തി കൊണ്ട് കുത്തിയ പാട്, ആ കത്തി ഇവന്റെ കയ്യിൽ. സോ ഇവനാണിപ്പോ കൊലയാളി, കൊല ചെയ്യാൻ ശ്രമിച്ചവൻ. ഇനി ഇവന് രക്ഷയില്ല. അവൻ ഞാൻ ചെയ്തിട്ടില്ല, ഇത് മറ്റെന്തോ രീതിയിൽ പറ്റിയതാണ്, ഇവിടെ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതുവരെ എല്ലാം പ്ലാൻ ചെയ്ത പോലെയായിരുന്നു സംഭവിച്ചിരുന്നത്. പക്ഷെ ഇപ്പം എല്ലാം പ്ലാനിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. പിടിക്കപ്പെട്ടു. അവന് പ്രാന്തിളകിയ പോലെയായി, ഹാലിളകിയ പോലെയായി. ചുറ്റും പോലീസുകാർ തോക്കും വെച്ച് നിൽപ്പുണ്ട്. അവരിവനോട് കത്തി താഴെയിടാൻ പറയും. ഒരു പോലീസുകാരന് അടുത്ത് വരവേ ഇവൻ കത്തി വീശി അയാൾ ഓടിക്കും. ഒരു പോലീസ് തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പെണ്ണ് ചിരിക്കുക, കുടുങ്ങിയടാ നീ, കുടുങ്ങി, ഇനി നിനക്ക് രക്ഷയില്ല.
ഇവളെ ചിരി കണ്ട് വീണ്ടും അവന് ഹാലിളകും. ചിരിക്കുന്നോടി നീ എന്നെ നോക്കി, കൊല്ലൊടിയെന്നും പറഞ്ഞവൻ അവൾ അടുത്തേക്ക് ഓടി അടുക്കാൻ ശ്രമിക്കും. ഇവള് നടുവിരല് അവന് പൊക്കി കാണിക്കും. നിന്നെപ്പോലുള്ളവന്മാര് ചാവണടാ. വീണ്ടും അവൻ എഴുന്നേക്കുന്നുണ്ട് അറ്റാക്ക് ചെയ്യാൻ. പോലീസുകാർ ചറപറ ചുറ്റുമൊന്ന് ഷൂട്ട് ചെയ്ത് അവനെ കൊന്നുകളയും. അവസാനം അവന്റെ കയ്യിലെ കത്തി ചവിട്ടി തെറിപ്പിക്കാൻ നമ്മുടെ പോലീസേട്ടനും വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ സമാധാനത്തോടെ സീൻ കട്ട് ചെയ്താൽ അമ്മയും മോളും അവർക്ക് ഇഷ്ടപ്പെട്ട ഐലൻഡിലേക്ക് വന്നിരിക്കുകയാണ്. കൂടെ തന്നെ പോലീസുകാരനും പോലീസുകാരന്റെ അനിയത്തിയുണ്ട്. അവര് വെക്കേഷൻ സന്തോഷത്തോടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് മിഡ് നൈറ്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി മിസ്റ്ററി ത്രില്ലർ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.